ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കുറച്ച് പർച്ചേസിങ്ങിൻ്റെയും ഷോപ്പിങ്ങിൻ്റെയും ഒക്കെ വ്ളോഗ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. സോ അതിനോടനുബന്ധിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആക്കി ഇതൊരു റിസപ്ഷൻ വ്ളോഗായിട്ട് ഇടാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. ആ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. ഒരു വകയിലെ ഒരു എന്താ പറയുക, ഇന്ന് റിസപ്ഷൻ, നാളെ കല്യാണമാണ്. സംതിങ് ഞാനിപ്പോൾ വായിച്ചെടുത്തല്ല, ഞാൻ മറന്നു വയ്ക്കുന്നു ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോട്ട് ചെയ്തൊക്കെ വെച്ചിരുന്നു എന്താണ് വീഡിയോയിൽ പറയേണ്ടതെന്ന്, പക്ഷേ എല്ലാം മറന്നുപോയി. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യമേ ഒന്ന് സ്കിൻ കെയറിലോട്ടൊന്ന് കിടക്കാം ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഏകദേശം സ്കിൻ കെയർ പരിപാടികളൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഒരു മണി ആകാറായി ഗൈസ്. ലഞ്ച് ടൈം ആകാറായി. ഇനിയിപ്പോൾ ഫുഡൊന്ന് കഴിക്കണം. ഇതൊരുമാതിരി എനിക്ക് ഇന്നലെ മേക്കപ്പ് ചെയ്ത് തുടങ്ങിയാലേ ഇന്നെങ്ങാനും തീരൂ എന്ന് പറയുന്ന പോലെയാണ്. സാധാരണ എൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് പറയാറ്. എന്ത് ചെയ്യാനാ, മേക്കപ്പൊക്കെ ചെയ്ത് തീരണ്ടേ. സോ ഇനി നമുക്ക് പോയൊന്ന് ചോറൊക്കെ കഴിക്കണം ഗൈസ്. ഫുഡൊക്കെ ഏതായാലും കഴിച്ചു കഴിഞ്ഞു. ഇനി ഏതായാലും കുറച്ച് മധുരത്തിന് വേണ്ടി ഐസ്ക്രീം ആവാം ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ വൈകിട്ട് റിസപ്ഷന് പോകേണ്ട ടൈമൊക്കെ ആകാറായി. അപ്പോൾ എൻ്റെ അമ്മ പുറത്തവിടെ പോയിട്ടൊക്കെ വന്നു. സോ എന്നോട് പറഞ്ഞു റിസപ്ഷന് പോകണം. സോ ഒരുങ്ങാനും ഗെറ്റ് റെഡി വിത്ത് മീ ഒരുങ്ങാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് നേരത്തെ ഒരുങ്ങാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരുങ്ങിയാലേ അമ്മ പറഞ്ഞ സമയത്ത് ഒരുങ്ങാൻ പറ്റുകയുള്ളൂ ഗൈസ്. ഒരുങ്ങി നിൽക്കാൻ അമ്മയ്ക്കറിയാം. 1 മണിക്കൂർ മുമ്പേ ഒരുങ്ങാൻ കയറിയാലേ ഞാൻ ഒരു കറക്റ്റ് ടൈം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഏകദേശ ടൈമിലെങ്കിലും ഞാൻ ഒരുങ്ങി തീരുമെന്ന് എൻ്റെ അമ്മക്കറിയാം. അമ്മയ്ക്ക് മാത്രമല്ല, വീട്ടുകാരെങ്ങനെയാണ് പറയുന്നത്. ഇന്നലെ ഒരുങ്ങിയാലേ ഞാൻ നാളെ ആകുമ്പോഴേക്കും ഒരുങ്ങി തീരുള്ളൂ. പക്ഷേ എനിക്ക് ഒരുങ്ങി തീർന്നാലും മതിയാവില്ല. ഐ മീൻ സിമ്പിൾ മേക്കപ്പൊക്കെ ആയിരിക്കും, പക്ഷേ എനിക്ക് എവിടേക്കോ കൂടിപ്പോയി എന്നുള്ളൊരു കുറവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരുങ്ങി നിൽക്കും ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പും അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ വരാം ഗൈസ്. ഓക്കെ, ഞങ്ങൾ ചേച്ചീൻ്റെ കല്യാണത്തിന് പോവുകയാണ്. അത് തന്നെ വോയിസ് ഓവർ തരാം ഗൈസ്. വൈഷ്ണവി വിജയ്, പേര് പറയൂ. ഞാൻ വൈഷ്ണവി വിജയ്. താങ്കൾ ആരാണ്? ഞാൻ എന്തിനു പഠിക്കുന്നു? ഞാൻ ഡോക്ടർ, ഭാവിയിലെ ഡോക്ടർ, പല്ല് ഡോക്ടർ. ഞങ്ങളുടെ പല്ലൊക്കെ എടുക്കൂ. യെസ്. ഇപ്പൊ എവിടെയാണ് പോണേ? ഇപ്പോൾ എൻ്റെ കസിൻ ചേച്ചിന്റെ കല്യാണത്തിന്. നാളെയാണ് കല്യാണം, ഇന്ന് ഫംഗ്ഷൻ ആണ്. ബൈ ദ വേ, താങ്കൾക്ക് കല്യാണമൊന്നും വേണ്ട? പ്രായമായിട്ടടി, എനിക്ക് 10-22 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുന്ന സമയം ആണല്ലേ? ആലോചനയാണോ? 22 വയസ്സായിട്ടുള്ളൂ. കാറ്ററിംഗ് സർവീസിനെ കൂടി മെൻഷൻ ചെയ്തോ. ഫുഡിന്റെ ഒരു സ്പെഷ്യൽ വ്ലോഗ് അതുകൊണ്ട് അത് സെക്ഷൻ മാത്രം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. ആദ്യത്തെ ഫുഡ് കഴിച്ചു. സെക്കൻഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. ഇതിനകത്ത് അത് തന്നെ വീഡിയോക്ക് പോസിറ്റീവ്. ഹായ്. ഏതായാലും ഇനി പെണ്ണിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. അതിന് മുമ്പ് എക്സ്പ്രഷൻ ക്യൂ നമ്മുടെ വൈഷ്ണവി വിജയ് പുള്ളിക്കാരായിട്ട് വീഡിയോ എടുത്തില്ല, പിന്നെ എങ്ങനെ എടുക്കാനാണ്. സോ ആ വീഡിയോയും ഫോട്ടോയൊക്കെ നമ്മളങ്ങ് എടുത്തു.
ഋതിക്കിപ്പോ ചിരിച്ച് ാണ് നമ്മുടെ സെക്ഷൻ, മെയിൻ സെക്ഷൻ, ഫുഡ് സെക്ഷൻ. പല ടൈപ്പിലുള്ള തരത്തിലുള്ള ഫുഡുകൾ ഗൈസ്. ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടത് ഒടുക്കത്തെ തർക്കം. ഏത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, കഴിക്കണം വേണ്ടയോ എന്നുള്ളൊരു തർക്കം. ഋതിക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നില്ലേ? വേണ്ടേ? ഇവിടുന്ന് വ്ളോഗ് അവിടുന്ന് വ്ളോഗ് ഇല്ല, മാറ്റത്തില്ല. അതൊക്കെ എടുത്തോളാം. അവന്റെ ഫോണിൽ നിന്ന് എടുക്കാം. എടുത്ത് തന്നാ മതി. പിന്നെ എന്റെ വ്ളോഗ് എടുക്കണ്ടേ? വീഡിയോ എടുക്കട്ടെ, നീ എടുത്തോ. തർക്കം നീ എടുത്തോ. നല്ല ഫോട്ടോ എടുക്കണേ. ബൈ ദ ബൈ, ഫുഡൊക്കെ കഴിച്ചു. ഫുഡെന്ന് പറയുമ്പോൾ എല്ലാ ഫുഡും ഒന്നും ആയിട്ടില്ല. ഫുഡെന്ന് പറയുമ്പോഴേക്കും ഐസ്ക്രീം ഇല്ലാതെ എന്താണൊരു സ്പെഷ്യൽ. അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഞാനിന്ന് മന്ദം നടക്കുകയാണ്. ഗൈസ്, ഫുഡൊക്കെ കഴിച്ച് തളർന്ന് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കും. സോ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഫൺ ടൈമാണ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി കാണുമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ വാച്ച് കെട്ടിയിട്ടുണ്ടെങ്കിലും സമയം നോക്കാറില്ല. പിന്നെ കാഴ്ചയൊക്കെ കണ്ട് അവിടെ ഇരുന്നു. അടുത്ത സ്റ്റെപ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആലോചനയിലായിരുന്നു. പക്ഷേ ഫുഡിൽ ഞാനങ്ങ് ഒതുക്കാണ്ട് തീരുമാനിച്ചിട്ടില്ല. സോ ഐസ്ക്രീമിലങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഫുഡും പരിപാടിയൊക്കെ ഓക്കെ. പിന്നെ ഫിൽറ്ററും വീഡിയോസും ഫോട്ടോസൊന്നും ഇല്ലാതെ എന്തൊരു വ്ളോഗും വീഡിയോ ഒക്കെയാണ് ഗൈസ്. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു തട്ടിക്കൂട്ടലും ഒരു ഭ്രാന്തമാണ് ഇപ്പം നിങ്ങളീ കാണുന്നത്. ബൈ ദ ബൈ, അവൻ അറിയാണ്ട് പോലുമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ബൈ ദ ബൈ ഗൈസ്, ചെറിയൊരു സീക്രട്ട്. ഇവർ പോലും അറിയാതെ നൈസായിട്ട് ഞാൻ പോയി അടുത്ത ഫ്ലേവർ ഐസ്ക്രീമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതും കഴിച്ചുകൊണ്ടാണ് ഈ ഒരു നടത്തം ഗൈസ്. അങ്ങനെ പരിപാടിയൊക്കെ തീർന്നത് വീട്ടിലേക്കൊക്കെ പോവാണ്. അങ്ങനെ നാളത്തെ പരിപാടിക്ക് വേണ്ടി കാത്തിരുന്നോ.